വിശുദ്ധ ദേവസഹായം ഇനി ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥൻ. ന്യൂഡൽഹി. ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായത്തെ പ്രഖ്യാപിച്ചു. ആരാധനയും കൂദാശകളുമായി ബന്ധപ്പെട്ട വത്തിക്കാൻ ഡിക്കാസ്ട്രി മുഖേനയാണ് ലിയോ 14 മാർപ്പാപ്പ ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായത്തെ അംഗീകരിച്ചത്. നേരത്തെ ഭാരതത്തിലെ ലത്തീൻ മെത്രാൻ സമിതിയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം വത്തിക്കാന് സമർപ്പിച്ചിരുന്നു. 2025 ജൂലൈ 16 വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം 2025 ഒക്ടോബർ 15 വാരണാസിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ദിവ്യബലിമധ്യേ നടക്കും. എല്ലാ രൂപതകളിലും ഇടവകകളിലും ഈ ചരിത്ര നിമിഷം ആഘോഷിക്കാനും ഇന്ത്യയിലുടനീളം വിശുദ്ധ ദേവസഹായത്തോടുള്ള ഭക്തി സജീവമായി പ്രോത്സാഹിപ്പിക്കാനും ആർച്ച് ബിഷപ്പുമാരെയും ഇടവക വൈദികരെയും സന്യാസിമാരെയും അൽമായ വിശ്വാസികളെയും ക്ഷണിച്ചുകൊണ്ട് CCBI പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫറോവോ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസിയായി ജനിച്ച് പിന്നീട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വിശുദ്ധ ദേവസഹായം കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അൽമായനും രക്തസാക്ഷിയുമാണ്. തമിഴ്നാട്ടിലെ നട്ടാളത്ത് നീലകണ്ഠപിള്ള എന്ന പേരിൽ ജനിച്ച അദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു കോടതി ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം 1745 ലാസർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മാമോദീസ് സ്വീകരിച്ചു. വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായ പീഡനത്തിനും തടവിനും വിധേയനായ അദ്ദേഹം 1752 രക്തസാക്ഷിത്വം വരിച്ചത്. 2012 ഡിസംബർ 2 തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നടന്ന ചടങ്ങിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കാര്യാലയ പ്രീഫെക്ട് കർദിനാൾ ആഞ്ചലോ അമോറ്റോ SDB അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2022 മെയ് 15 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.